തലസ്ഥാനത്ത് ഒരാൾക്ക് കൂടി ഷിഗല്ല. കാട്ടാക്കട സ്വദേശിക്ക് രോഗം സ്ഥിരീകരിച്ചു. കോഴിക്കോട് നിപ്പ ബാധിതന്റെ നില അതീവ ഗുരുതരം. നിലവിൽ സമ്പർക്ക പട്ടികയിലുള്ള ആർക്കും രോഗലക്ഷണങ്ങളില്ല. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. നീറ്റ് പരീക്ഷയിൽ മാറ്റങ്ങളുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പരീക്ഷാ സമയം 15 മിനിറ്റ് നീട്ടി 2 മണി മുതൽ 5:15 വരെ. റഫ് വർക്കിന് ചോദ്യപേപ്പർ ബുക്ക്ലെറ്ററിൽ കൂടുതൽ സ്ഥലം നൽകും. ബംഗാളിൽ മമതാ ബാനർജിക്ക് കൂടുതൽ കുരുക്ക്. ഇവന്റ് മാനേജ്മെന്റ് കമ്പനിക്ക് വഴിവിട്ട് സഹായം നൽകിയെന്ന കേസിൽ അന്വേഷണം പ്രഖ്യാപിച്ചു. കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നോ എന്ന് അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി. മധ്യപ്രദേശിൽ കോൺഗ്രസിന് തിരിച്ചടി. രാജ്യസഭാ സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിനെതിരായ മീനാക്ഷി നടരാജന്റെ ഹർജി സുപ്രീംകോടതി തള്ളി. ഫലം പ്രഖ്യാപിച്ചതിനാൽ ഇപ്പോൾ ഇടപെടാനാകുന്നില്ല എന്ന് കോടതി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സിബിഐ അന്വേഷണം നടത്തണമെന്ന് അയ്യപ്പ സേവാ സമാജം. SIT അന്വേഷണത്തിൽ ആശങ്കയുണ്ടെന്ന് ദേശീയ ചെയർമാൻ മുരുകൻ സെൽവൻ. ശബരിമലയുടെ നിയന്ത്രണം പ്രത്യേക സമിതി ഏറ്റെടുക്കണമെന്ന ആവശ്യം. മാസപ്പടി കേസിൽ വീണാട്ടിക്ക് വീണ്ടും ED സമൻസ്. ബുധനാഴ്ച ഹാജരാകാൻ നിർദ്ദേശം. പുതിയ സമൻസ് ഇന്ന് ഹാജരാകുന്നതിൽ അവധി ചോദിച്ച സാഹചര്യത്തിൽ 17-ന് എത്തുമോ എന്നതിൽ ആകാംക്ഷ. ലോകകപ്പ് ഫുട്ബോൾ ആരവം 2ാം ദിനത്തിലേക്ക്. രാത്രി 12:30-ന് കാനഡ ബോസ്നിയയെ നേരിടും. USA പരാഗ്വെ പോരാട്ടം രാവിലെ 6:30-ന്. ഷൂട്ടിംഗ് ഇതിഹാസം ജസ്പാൽ റാണ അന്തരിച്ചു. അന്ത്യം ഡൽഹിയിൽ ചികിത്സയിലിരിക്കെ. ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ താരം. യുവപ്രതിഭകളെ വാർത്തെടുത്ത ദീർഘദർശി. വിയോഗത്തിൽ അനുശോചിച്ച് രാജ്യം.